ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വലിയ നോയമ്പ് കാലഘട്ടത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി അടിയന് ഒരു അവസരം കൂടെ ദൈവം തന്നതിനെ ഓർത്ത് നന്ദി കരയേറ്റുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. യിരെമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യം. നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തു വസിക്കുന്ന സമയം. നോയമ്പ് ജയത്തിന്റെ അടയാളം. ശത്രുവായ സാത്താന് നേരെയുള്ള തോൽക്കാത്ത ആയുധമാണ് നോയമ്പ്. എന്തിനാണ് നമ്മുടെ പിതാക്കന്മാർ നോയമ്പ് അനുഷ്ഠിച്ചിരുന്നത്? അവർ ശക്തിയെ പുതുക്കുവാൻ വേണ്ടിയാണ് ഓരോ കാലത്തും നോയമ്പ് അനുഷ്ഠിച്ചിരുന്നത്. പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നടുക്കുന്നുവെങ്കിൽ നോയമ്പും ഉപവാസമാകുന്ന 2 ചിറകുകൾ കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറന്നുയരാമെന്ന് നോയമ്പിന്റെ നമസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപകൽ അതിനെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. തന്നിഷ്ടപ്രകാരം നടന്ന് അവസാനം കെണിയിലും കിടുകിലും ചെന്ന് പെട്ടിട്ട് രക്ഷപ്പെടുവാൻ വഴിയില്ലാതെ കേഴുന്നതിന് മുമ്പ് നമ്മുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുകയും പാപത്തിന്റെ വഴികളെയും പ്രതികാരത്തിനെതിരെയുള്ള പ്രവൃത്തികളെയും ഉപേക്ഷിക്കുക. നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുക. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയും മുടക്കുകയില്ല. മനുഷ്യന്റെ വഴികളൊക്കെയും യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവിടുന്ന് തൂക്കി നോക്കുന്നു. സദൃശ്യവാക്യം 5-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ ദൈവാശ്രയത്തിൽ നടക്കുന്നുവെങ്കിൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. അത് ദീർഘായുസ്സ് തരും. നടക്കുമ്പോൾ നിന്റെ കാലടികൾക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ ഇടറുകയുമില്ല. പ്രിയമുള്ളവരെ, വിശ്വാസ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് നാം ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും ക്രൂശ് മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന നാളുകളാണ് വലിയ നോയമ്പിന്റെ കാലഘട്ടം. നമ്മെ സ്വയം ശോധന ചെയ്യുവാനും രൂപാന്തരപ്പെടുത്തുവാനും ഉള്ള സമയമാണ് വലിയ നോയമ്പ്. ദൈവജ്ഞാനത്തിൽ വളരുവാനും ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിപ്പാനും ഈ നോയമ്പ് കാലഘട്ടം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.